പെസഹ അപ്പവും പാലും. റിയലി യമ്മിയായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പത്തിൻ്റെ പൊടിയും ഉഴുന്ന് പൊടി. ഓക്കെ, ഉഴുന്നെന്ന് പറയാൻ ഞാൻ ആദ്യം ഒന്ന് കഴുകി ഉണക്കിയിട്ട് വറുത്ത് പൊടിച്ച് വെച്ചതാട്ടോ. വറുത്ത് പൊടിച്ച് എടുക്കുന്നത് കൊണ്ട് നല്ല ടേസ്റ്റാട്ടോ ഈ പെസഹ അപ്പത്തിന്. കണ്ടോ, ഇങ്ങനെ പൊടിച്ചെടുത്തിട്ട് പിന്നെ അരിപ്പൊടിയില്ല, അത് ഞാൻ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കും. എന്നിട്ട് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് മിക്സ് ചെയ്യുക. അതിന് ശേഷം രണ്ടും കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ജീരകം ഇതെല്ലാം കൂടെ ഒന്ന് തേങ്ങയും കൂടി ചേർത്ത് ഒന്ന് അരച്ച് ഇതേപോലെ ആക്കിയിട്ട് അതിലേക്ക് മിക്സ് ചെയ്യും. മിക്സ് ചെയ്ത ശേഷം ഞാൻ 2-3 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണ്. ശേഷം കുറച്ച് മധുരം ചേർത്തിട്ടുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ മധുരം ചേർക്കാറില്ല. എന്നിട്ട് വാട്ടർ ബോയിൽ ചെയ്ത് ആവിയിൽ കുക്ക് ചെയ്തെടുത്തിട്ടോ. ഇത് പാലിന് വേണ്ടി കുറച്ച് അരിപ്പൊടി, തേങ്ങാപ്പാൽ, ചുക്ക്, ജീരകമൊക്കെ ചേർത്ത് ഉണ്ടാക്കിയ അടിപൊളി പാലും കേട്ടോ. ഫുൾ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ താഴെ കൊടുത്തിരിക്കാം. അപ്പോൾ ഈ പ്രാവശ്യത്തെ പെസഹ വ്യാഴത്തിന് ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റിയലി യമ്മി റെസിപ്പി.